പണ്ട് എന്റെ വീടിന്റെ തൊട്ടു പുറകിൽ ഒരു അമ്മാമ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ ചില സമയത്ത് കൊനിഷ്ഠ ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തെടുത്ത് വറുക്കാൻ തോന്നും. ആള് ബേസിക്കലി പക്ഷെ ഭയങ്കര പാവമായിരുന്നു. സ്വന്തം മക്കളായിട്ട് ഏത് സമയം അടിയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. ആ പരിസര പ്രദേശത്ത് വീടുകളിൽ എന്താവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും നടക്കാൻ പോലും ആവതില്ലാത്ത ഈ അമ്മാമയായിരുന്നു ആദ്യം എത്തുക. എന്റെയും അമ്മാമയും തമ്മിലുള്ള കിടപ്പുവശം അത്ര ശരിയല്ലെന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ തമ്മിലൊരു അന്തർധാര സജീവമായിരുന്നു. മര്യാദയ്ക്കുള്ള ഭക്ഷണം പോലും ഉണ്ടാക്കാനുള്ള ആവതില്ലാത്ത ഈ അമ്മാമ എല്ലാ പെസഹ വ്യാഴാഴ്ചയ്ക്കും പക്ഷെ 2 തരം അപ്പം ഉണ്ടാക്കി പാലും ഉണ്ടാക്കി രാത്രിയാവുമ്പോൾ ഞങ്ങളെ വന്ന് വിളിക്കും. കുർബാനയ്ക്ക് പോലും ഇല്ലാത്തത്ര നീളത്തിലുള്ള ഒരു പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങളെ എല്ലാവരെയും അടുപ്പിച്ച് വേർപ്പിച്ച് അവസാനം അപ്പം അങ്ങ് മുറിച്ച് കൈ തരും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. എന്നെ കർത്താവ് ഇപ്പൊ കൊണ്ടുപോകും ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലാതെ പുള്ളിക്കാരിയേക്കാളും പ്രായം കുറഞ്ഞവരൊക്കെ മരിച്ച് മണ്ണടങ്ങിയിട്ടും പുള്ളിക്കാരി ഓടിച്ചാടി നടന്നായിരുന്നു. ഈ അടുത്താണ് എന്നിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് കർത്താവിന്റെ അടുത്ത് എത്തിയത്. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് എല്ലാ പെസഹ വ്യാഴാഴ്ചയും പക്ഷെ എനിക്ക് അമ്മാമേനെ ഓർമ്മ വരും. അങ്ങനെ ഞാനും ഉണ്ടാക്കി 2 കൂട്ടം അപ്പവും പാലും. ഇവിടെ പിന്നെ ചൊറിയൻ അമ്മാമ്മമാരെ ഒന്നും കിട്ടാത്തത് കൊണ്ട് പിള്ളേർക്ക് ഓർത്തു വെക്കാൻ ഞാനെങ്കിൽ ഞാൻ ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തി പെട്ടെന്ന് പണി തീർക്കാനുള്ള എന്റെ ഉദ്യമം പക്ഷെ വിജയിച്ചില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഉപയോഗവും ഇല്ലാത്ത സമയം കളയുന്ന 2 സഹായികളെയും കൊണ്ട് ഞാൻ ഇത് മൊത്തം അങ്ങ് ഉണ്ടാക്കി. അമ്മാമയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അരി കുതിർത്തിട്ടൊന്നും അല്ല ഉണ്ടാക്കിയത്, അരിപ്പൊടി എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത് ഞാൻ. ഇനി ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ ആരും വരണ്ട, ഞാനിപ്പോ ഉണ്ടാക്കിപ്പോയി. ഇനിയിപ്പോ അടുത്ത കൊല്ലം നോക്കാൻ ബാക്കി. Sí, അപ്പം പോലെ